പ്രൈസ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ വര ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഈ എം ടിയിൽ ഇവിടെ തന്നെ ഉണ്ട്. പ്രൈസ് ഇവിടുന്ന് ഇത്രയും കയറി വന്നു കഴിഞ്ഞ് നമ്മൾ ഡിസിഷൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ലാഗിങ് ആകും? നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി താഴെ അടിച്ചു ഇവിടുന്ന് പ്രൈസും തിരിച്ചു കയറിയപ്പോൾ. അത് കഴിഞ്ഞ് അടുത്ത ഈ ബ്രേക്ക് ഔട്ട് നടന്നു കഴിയുമ്പം ഇതൊരു സേഫസ്റ്റ് വേ ആണ്. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ എഡ്ജ് വരികയാണ്. ഓക്കെ, ഒരു ചെയ്യേണ്ടത് ഇവിടുന്ന് ബൈ ചെയ്തവരെയാണ്, ഈ ബയേഴ്സിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഇൻട്രാഡേയിൽ നമ്മൾ ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണുള്ളത്, ഒരു മീൻ റിവേർഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ SL ഓർഡർ ഈ സംഭവം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള മന്ത്ലി ചാർട്ടോ ഡേ ചാർട്ടോ അല്ലെങ്കിൽ 4 hours ഒന്നും ഇട്ട് നോക്കേണ്ട കാര്യമില്ല. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നമ്മൾ സ്കോർ ബോർഡ്, അതുപോലെ ബേസ് സ്ട്രക്ചർ ആൻഡ് സ്റ്റാർ ലൈനിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്കിപ്പം നോക്കാനുള്ളത് ഈ താഴെ കാണുന്ന കുറച്ച് സെറ്റിങ്സിനെ കുറിച്ചാണ്. അതിൽ നമ്മളിപ്പം സ്റ്റോപ്പ് ലോസ് ഓർഡറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന എൻട്രി എക്സിറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റം ബേസ്ഡ് ഓട്ടോ പൈലറ്റ് മോഡാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടോ, ഈ ഓട്ടോ പൈലറ്റ് മോഡിനകത്ത് നമുക്ക് 4 തരത്തിലുള്ള എൻട്രി വരുന്നുണ്ട്. ഇൻട്രാഡേക്ക് വേണ്ടി ഈ 3 തരത്തിലുള്ള എൻട്രി, അതുപോലെ സ്വിങ്ങിന് വേണ്ടി ഒരു എൻട്രി. ഓക്കെ, അതിൽ ബാലൻസ്ഡ് എൻട്രിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പം ഇവിടെ ഈ ഒരു എൻട്രി പോയിന്റ്, അതുപോലെ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റുകളെല്ലാം കാണിക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലും ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്തേക്കാം ആദ്യം. കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആഡ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ആഡ് ചെയ്തു. നിഫ്റ്റിയിലും ആഡ് ചെയ്തിട്ടേക്കാം. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, മറ്റുള്ളവരുടെ ഓർഡർ എവിടെയാണ് കിടക്കുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഓർഡറിലേക്ക് നമ്മളുടെ ട്രേഡിനെ കൊണ്ടുപോകുന്നു. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഇതുണ്ട്, ഇവിടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയായിരിക്കുമല്ലോ. മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നോർമലി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അല്ലേ? ബയേഴ്സ് സെല്ലേഴ്സ് നടത്തുന്ന എക്സ്ചേഞ്ച് ആണ് ആക്ച്വലി ഈ മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? ഇവിടെ ബയേഴ്സ് വന്നത് കൊണ്ടാണ്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ഒരു ഹയർ ടൈം ഫ്രെയിം അനുസരിച്ച് ഒരു അപ്പ് ട്രെൻഡ് ആണെന്ന് വെച്ചോളുക. ഓക്കെ, ഇത് കഴിയുമ്പം ഇവിടുന്ന് ബയേഴ്സ് വന്നു, മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബയേഴ്സ് കയറി മൂവ്മെൻറ്റ് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും ഒരു ഫോൾ വന്നു, അല്ലെങ്കിൽ പുൾ ബാക്ക് വന്നു. ഇതൊരു അപ്പ് ട്രെൻഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്നതിനെ, അതായത് അപ്പ് ട്രെൻഡിൽ നിൽക്കുമ്പോൾ വരുന്ന സെല്ലിങ്ങിനെ നമ്മൾ പുൾ ബാക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും എന്താണ്, ഒരു ബൗൺസ് ബാക്ക് ആണ് നടക്കുന്നത് മുകളിലേക്ക്. അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് വന്നല്ലോ. ഓക്കെ, സെല്ലേഴ്സ് വന്നതുകൊണ്ടാണല്ലോ അവിടെ സെല്ലിങ് നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറിയ ബയേഴ്സ് അവരിവിടെ നിന്ന് വാങ്ങിച്ച സാധനം ഇവിടെ വിറ്റുകൊണ്ടാണല്ലോ ഇവിടെ സെല്ലിങ് നടന്നിട്ടുള്ളത്. മനസ്സിലായോ? അതുപോലെ തന്നെ വീണ്ടും നമുക്ക് എന്താണ്, ഇവിടെ ബയേഴ്സ് വന്നു. ഓക്കെ, വീണ്ടും ഈ എവിടെ നിന്നാണോ പ്രൈസ് ഡ്രോപ്പ് ആയത് അതിനെയും ബ്രേക്ക് ചെയ്ത് അടുത്തൊരു ഹൈ മേക്ക് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ SL ഓർഡർ ഈ സംഭവം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഇതിനകത്ത് എന്താണ്, നമ്മളുടെ ട്രെൻഡ് കണ്ടുപിടിക്കണം. അപ്പ് ട്രെൻഡിലാണോ മാർക്കറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലാണോ? ഫോർ ഇൻട്രാഡേ പർപ്പസ് ആണ്. അതിന് നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള മന്ത്ലി ചാർട്ടോ ഡേ ചാർട്ടോ അല്ലെങ്കിൽ 4 hours ഒന്നും ഇട്ട് നോക്കേണ്ട കാര്യമില്ല. ഇൻട്രാഡേയിൽ നമ്മൾ ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണുള്ളത്, ഒരു മീൻ റിവേർഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ഇപ്പോൾ ഇൻട്രാഡേയിലാകുമ്പോൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലാണല്ലോ നമ്മളെല്ലാവരും ട്രേഡ് എടുക്കുന്നത്. ആ ചെറിയ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഈവൻ 5 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 15 മിനിറ്റിൻ്റെ ഒരു ടൈം ഫ്രെയിമാണ്. 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനെ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 15 മിനിറ്റിൻ്റെ സ്ട്രക്ചർ, അതായത് MTL സ്ട്രക്ചറിനെയും നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ മീൻ വാല്യൂ അല്ലെങ്കിൽ മീൻ റിവേർഷൻ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിൽ
നമ്മൾ 15 മിനിറ്റിനെ മനസ്സിലാക്കി ആദ്യം വയ്ക്കും. ഓക്കെ, അതിൻ്റെ തിയറി വളരെ സിമ്പിളാണ്. പ്രൈസ് ഒരു സ്ഥലത്തു നിന്നും മൂവ്മെൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇടവേളകളിൽ അതിൻ്റെ മീൻ വാല്യൂനെ വന്ന് മീറ്റ് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകും. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും മനസ്സിലാക്കാം. നമ്മളിതിനെ മീൻ റിവേർഷൻ തിയറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ എന്താണ് 15 മിനിറ്റിനെയാണ് മീൻ റിവേർഷൻ ഏരിയ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനിൽ നിങ്ങൾ വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് അവിടെ നിന്ന് തിരിച്ച് കയറി പോരുന്നതായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, അല്ലേ? അത് 15 മിനിറ്റ് ഇട്ടിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ കൺസെപ്റ്റ്. അങ്ങനെ നമ്മൾ ആദ്യം മെയിൻ ആയിട്ടുള്ള ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അത് നമുക്ക് 100% പ്രോപ്പറായിട്ടൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു 75 to 80% നമ്മളുടെ കൺസെപ്റ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ സ്റ്റാർ ലൈനോ അല്ലെങ്കിൽ സ്ട്രക്ചറോ, ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം 15 മിനിറ്റിൻ്റെ. അതല്ലാതെ നമുക്ക് 30 മിനിറ്റ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പം നിങ്ങൾ 15 മിനിറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അങ്ങനെ വൺസ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ആ ട്രെൻഡിൻ്റെ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റിലാണ് ഈ ചെറിയ ടൈം ഫ്രെയിമിൽ കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു നെഗറ്റീവ് ആണെന്നുള്ളൊരു കാര്യം. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് 30 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈൻ വരുന്നുണ്ട്, അതുപോലെ 15 മിനിറ്റിൻ്റെ റേഞ്ച് കൂടിയാണിത്, സ്റ്റാർ ലൈൻ റേഞ്ച് ആണിത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് 15 മിനിറ്റിൻ്റെ ആണ്, സ്റ്റാർ ലൈൻ ആണ്. HTF ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ഐഡൻറ്റിഫയർ എന്നാണ് ഇതിന് പറയുന്നത്. അതുപോലെ തന്നെ ഇതും സെയിം ആണ്, 30 മിനിറ്റ് ആണ്. അപ്പോൾ ഇതിനകത്തു നിന്ന് വീണ്ടും നമുക്ക് നല്ല പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയകൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തു ഏത് ട്രെൻഡ് നെഗറ്റീവ് ആണെന്നുള്ളൊരു കാര്യം. ദെൻ നമ്മൾ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഇവിടുന്ന് വൺസ് പ്രൈസ് താഴെ നിന്ന് എന്താണ് ഓപ്പൺ ആയ ഉടനെ പ്രൈസ് മുകളിലേക്ക് കയറി, അല്ലേ? പുൾ ബാക്ക് നടത്തുവാണ്. അതായത് ഇത് സെൽ സൈഡിൽ നിൽക്കുമ്പോൾ മുകളിലേക്ക് പോകുന്ന മൂവ്മെൻറ്റിനെ പുൾ ബാക്ക് എന്നും, ദെൻ അത് കഴിഞ്ഞ് വരുന്ന മൂവ്മെൻറ്റിനെ ബൗൺസ് ബാക്ക് മൂവ്മെന്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് പുൾ ബാക്ക് നടത്തുന്നു. അപ്പോൾ ഇവിടെ ബയ്യേഴ്സ് വന്നല്ലോ, ഇവിടെ ബയ്യേഴ്സ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഈ സംഭവം മുകളിലേക്ക് പ്രൈസ് കയറിപ്പോയത്, അല്ലെങ്കിൽ ഇതൊരു ഡിമാൻഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഇത് മുകളിലേക്ക് കയറിപ്പോയത്, അല്ലേ? ദെൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ മീൻ ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പ്രൈസിനെ സെല്ല് ചെയ്യും. കാരണം നമ്മളുടെ സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ നെഗറ്റീവ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. സോ നമ്മൾ ഇവിടുന്ന് സെല്ല് എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്പോൾ MTL എല്ലാം വരും. ഈ ഏരിയയിൽ നിങ്ങൾ സെല്ല് എടുക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? അതായത് ഇവിടുന്ന് നമ്മൾ പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ഫ്യൂച്ചറിനെ സെല്ല് ചെയ്യുവാണെങ്കിൽ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? ഇവിടുന്ന് ബൈ ചെയ്തവരെയാണ്, ഈ ബയേഴ്സിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, അല്ലേ? അവരെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇവിടെ ഇത് ബ്രേക്ക് ആയി കഴിയുമ്പോൾ കുറച്ച് ട്രേഡേഴ്സ് വരും. നോർമലി ഇത് ബ്രേക്ക് നടന്നു, ഇനി വലിയ ഫോൾ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ കയറും കുറച്ച് പേര്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നാണ് കയറുന്നത് ഏറ്റവും മുകളിൽ നിന്ന്. അതായത് ഈ യെല്ലോ ക്യാൻഡിൽ ഫോം ആയ ഏരിയയിൽ നിന്നാണ് നമുക്ക് എൻട്രി വരുന്നത്. ഇവിടെ എൻട്രി എടുക്കുന്ന ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് നോർമലി കുറച്ച് ഫെയിലിയർ ആണ് ആ ഒരു കൺസെപ്റ്റ്, ഈ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്നുള്ള കൺസെപ്റ്റ്. കാരണം ഇവിടെ ഇത് SL എടുത്ത്, അതായത് ഈ താഴത്തെ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതെന്താണ് അടുത്ത പുൾ ബാക്കിന് പോകും. അപ്പോൾ നോർമലി ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ കയറിയവരുടെ എല്ലാ SL വീണ്ടും ഇവിടെ ഹിറ്റ് ആവും. ഓക്കെ, ഇവിടെ കണ്ടോ ഈ ഏരിയയിൽ പ്രോപ്പറായിട്ട് ഈ ക്യാൻഡിൽ ഫോം ആയപ്പോൾ തന്നെ നമുക്ക് ഈ പച്ച കളറിൽ ഈ ലൈൻ ഇവിടെ കാണിക്കും. അപ്പം നമ്മൾ ഇവിടെ പ്രൈസ് നിൽക്കുമ്പോൾ നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? വീണ്ടും ഇവിടെയാണ്, ഇവിടെ ബൈ ചെയ്തവരെയാണ്, ഇവിടുന്ന് ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയവരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അത് അപ്പോൾ ഈ ട്രെൻഡിനകത്ത് ഇപ്പോൾ നെഗറ്റീവ് ട്രെൻഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മുകളിലുണ്ട്. ഓക്കെ, ഓർഡർ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, മുകളിൽ നിന്ന് ഓൾറെഡി സെല്ല് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളെപ്പോലെ സെല്ല് ചെയ്ത ആൾക്കാർ മുകളിലുണ്ട്. ഓക്കെ, ഈ ഏരിയയിൽ സെല്ല് ചെയ്തുകൊണ്ടാണ് ഇവിടുന്ന് സെല്ലിങ് നടന്നുകൊണ്ടാണ് ഇവിടെ ഇത് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവരെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ട്രെൻഡ് എന്താണ്, നമ്മളുടെ ട്രെൻഡ് നെഗറ്റീവാണ്. ഓക്കെ, നമ്മൾ ഇൻ കേസ് പോസിറ്റീവിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ മുകളിലേക്കുള്ള ഓർഡേഴ്സ് ആയിരിക്കും പിടിച്ച് പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. സംഭവം വളരെ സിമ്പിളാണ്. ഇതുകൊണ്ടോ ഇവിടെ നോക്കിയേ, നമ്മളിവിടെ ബൈയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മളുടെ 15 മിനിറ്റിൻ്റെ കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷാണ്, ഹയർ ടൈം ഫ്രെയിം ബുള്ളിഷാണ്. ഇതിങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് ഡ്രോപ്പായി. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നമ്മൾ കയറുക, നമ്മളുടെ ഏരിയ വന്നു, യെല്ലോ ക്യാൻഡിലും കാണിച്ചു. നമ്മൾ ആരെ ആദ്യം ടാർഗറ്റ് ചെയ്യും? ഇവരെ ടാർഗറ്റ് ചെയ്യും, അല്ലേ? മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എക്സ്പെക്റ്റ് ചെയ്ത മുകളിലേക്കുള്ള ട്രേഡ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ,
അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇവിടെ ഈ മുകളിൽ ഈ സാധനം വന്ന് അതുകൊണ്ട് ഇത് റെസിസ്റ്റൻസ് ആണ് ഇവിടുന്ന് സെല്ല് ചെയ്തേക്കെന്ന് പറഞ്ഞ് സെല്ല് ചെയ്യരുത്. ഓക്കെ, നമ്മൾ അവരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ബൈ ചെയ്താണ് മുകളിലേക്ക് പോകേണ്ടത്. കാരണം നമ്മൾ ട്രെൻഡ് ബേസ് ആണ് ട്രേഡിങ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ട്രെൻഡ് അതുകൊണ്ടാണ് ഒരു ദിവസത്തെ ട്രെൻഡ് എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് ആ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് മാത്രം പിടിച്ചു പോയാൽ മതി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ടൈം ഫ്രെയിം ആണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ടൈം ഫ്രെയിമിനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റ് നല്ലതാണ്, 5 മിനിറ്റ് നല്ലതാണ്, അതുപോലെ 1 മിനിറ്റ് നല്ലതാണ്. 3 ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാം. അതുപോലെ ട്രെൻഡ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ HTFന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതുണ്ട് ഈ കിടക്കുന്നത്, ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഫെയിൽ ആകാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു പ്രൈസ് ഇവിടെ നിൽക്കുന്നു. ഓക്കെ, ഇവിടുത്തെ പ്രൈസിൻ്റെ പ്രൈസ് 100 രൂപയാണെന്ന് വെച്ചുകൊള്ളുക. ട്രെൻഡ് അപ്പാണ്, അല്ലെങ്കിൽ ബിഗ് മണി മൊത്തം ബുള്ളിഷാണ്, മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്. ഇവിടെ 100 രൂപയ്ക്ക് ഇവിടെ ബൈ നടന്നിരിക്കുന്നത് ഒരു നല്ല മീൻ ഏരിയയിലാണ്. ഓക്കെ, അതായത് ആ ഇമ്പോർട്ടൻ്റ് ഏരിയയിലാണ്. സോ ഇവിടുന്ന് പ്രൈസ് നൈസായിട്ട് മുകളിലേക്ക് പോയി. ഇങ്ങനെയുള്ള ട്രേഡിൽ ഒരിക്കലും റീറ്റെയിലേഴ്സ് കയറത്തില്ല, ഇവിടെ കയറത്തില്ല അവർ. കാരണം അവർ ചെറിയ ടൈം ഫ്രെയിമുമായിട്ടാണ് കളിക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമുമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ, ഹയർ ടൈം ഫ്രെയിമിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മീൻ വാല്യൂവിൽ എൻട്രി കിട്ടും. ഓക്കെ, സോ അത് നോക്കാത്ത ഒരു നോർമലി ഇങ്ങനെയുള്ള ഏരിയയിൽ ഒരിക്കലും എൻട്രി എടുക്കത്തില്ല. പ്രൈസ് ഇവിടെ 100ൽ നിന്ന് നേരെ മുകളിലേക്ക് പോയി. ഇവിടെ നിന്ന് ബിഗ് മണിയാണ് ബൈ ചെയ്തിരിക്കുന്നത്. ഇവർക്കിതിനെ 100 രൂപയിൽ നിന്നും 500 രൂപയിലേക്കായിരിക്കണം കൊണ്ടുപോകേണ്ടത് സ്റ്റോക്കിനെ. ഓക്കെ, പക്ഷേ ഇവരൊരിക്കലും ഇതിനെ ഒറ്റയടിക്ക് ബൈ ചെയ്ത് മുകളിൽ വരെ കൊണ്ടുപോകത്തില്ല. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യവുമല്ല. ഓക്കെ, അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? നോർമലി ഇവിടെ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം, ഓക്കെ, അവരാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മളിതെല്ലാം ഇവിടെയൊന്നും അല്ല നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഏതെങ്കിലും ബ്രേക്ക് ഔട്ടിലുള്ള എടുക്കത്തുള്ളൂ. അത് ഞാൻ പറയാം. വാങ്ങിയ സാധനം നേരെ അവർ ഒരു 130ൻ്റെ ഒരു പ്രൈസ് ആകുമ്പോൾ ഒരു സപ്ലൈ ഏരിയ കണ്ട് വിൽക്കുന്നു. ഓക്കെ, ഇവിടെ 150 ഇവിടെ വിൽക്കുന്നു. പ്രൈസ് നൈസായിട്ട് ഡ്രോപ്പായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻട്രി എവിടെ വരും? നെക്സ്റ്റ് എൻട്രി സെയിം ഈ മീൻ വാല്യൂ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ വീണ്ടും അത് മീൻ ഏരിയയിൽ വരുമ്പം ചീപ്പായിട്ടുള്ള പ്രൈസിൽ വീണ്ടും കിട്ടും. അപ്പം ഇവിടെ നിന്ന് 100 രൂപയ്ക്ക് എടുത്ത സാധനം 150ന് വിറ്റു. വീണ്ടും ഇത് 120ലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പം ഇവിടെ അവർ അടുത്ത ക്വാണ്ടിറ്റി ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള സെല്ലിൽ നോർമലി റീറ്റെയിലേഴ്സ് സെല്ലായിരിക്കും ചെയ്യുന്നത്. കാരണം ഇവിടെ എന്താണ്, അവർ വിറ്റത് കൊണ്ടാണ് ഇവിടുന്ന് ഇത് താഴോട്ട് പോകുന്നത്. സോ റീറ്റെയിലേഴ്സ് എന്ത് വിചാരിക്കും? ആ സെല്ലിംഗ് ആണ് നടക്കുന്നത്, ഇപ്പോൾ ഇത് പൊട്ടി താഴെ വരുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് സെല്ല് ചെയ്യും. ഓക്കെ, പക്ഷേ എന്താണ്, മെയിൻ ട്രെൻഡ് മുകളിലേക്കാണ് നിൽക്കുന്നത്. അപ്പം പ്രൈസ് എങ്ങനെ ഡ്രോപ്പ് ആയി കഴിഞ്ഞാലും അത് അതിൻ്റെ മെയിൻ വാല്യൂ എന്ന് തിരിച്ചു കയറിപ്പോവും. മനസ്സിലായോ? അപ്പം ഇവിടെ 100ന് മേടിച്ച സാധനം 150ന് വിറ്റു. ദെൻ അവർ അതിന് രണ്ടാമത് വാങ്ങിക്കുന്നത് 120ലാണ്. അപ്പോൾ ഓൾറെഡി അവർക്ക് ഇവിടെ തന്നെ പ്രോഫിറ്റ് ആയി അല്ലേ? ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് കയറുമ്പോഴാണ് അടുത്ത കോമഡി. ഇത് ബ്രേക്ക് ഔട്ട് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഓൾറെഡി സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി താഴെ അടിച്ചു ഇവിടുന്ന് പ്രൈസും തിരിച്ചു കയറിയപ്പോൾ. അത് കഴിഞ്ഞ് അടുത്ത ഈ ബ്രേക്ക് ഔട്ട് നടന്നു കഴിയുമ്പം വീണ്ടും ഇവിടെ നമ്മുടെ റീറ്റെയിലേഴ്സും എടുക്കന്മാർ വന്ന് ട്രേഡ് എടുക്കും. ഓക്കെ, ഈ ഏരിയയിൽ മനസ്സിലായോ? ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പം ഇവിടുന്ന് 120 മേടിച്ച ആ ബിഗ് മണീസ് ഈ സംഭവം വീണ്ടും ഒരു 160 അല്ലെങ്കിൽ 170 ചെല്ലുമ്പം അടുത്ത ഡിമാൻഡ് ഏരിയ സപ്ലൈ ഏരിയ കണ്ട് അവിടെ അവന്മാർ അതിനെ വിൽക്കും. ഓക്കെ, വീണ്ടും അപ്പോൾ എന്താണ്, പ്രൈസ് ഡ്രോപ്പ് ആവും. അപ്പോൾ ഇവിടെ നിന്ന് കയറിയവന്മാർക്ക് SL അടിച്ചു, ഇവിടെ SL അടിച്ചു. അത് കഴിയുമ്പോൾ എന്താണ്, വീണ്ടും തിരിയുമ്പം നോർമലി അടുത്ത എൻട്രി താഴോട്ടുള്ളത് എടുക്കും. ഇപ്പം മാർക്കറ്റ് ഇടിയോന്ന് പറഞ്ഞ് വീണ്ടും എന്താണ്, താഴെ വരുമ്പം ഒരു 140ൻ്റെ പ്രൈസിൽ ഇവർക്ക് വീണ്ടും ഈ മീൻ ഏരിയയിൽ വീണ്ടും ഈ ചീപ്പ് പ്രൈസിൽ വരും. ഇവിടുന്ന് വീണ്ടും അവരെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. അടുത്ത ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഇവിടെ വരും. സെയിം കാര്യം തന്നെ, കുറച്ച് പ്രൈസ് മുകളിലേക്ക് പോകും, പിന്നെയും ഡ്രോപ്പ് ആവും. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പം ഇവരെന്താണ്, ഈ 100 രൂപയ്ക്ക് എടുത്ത സാധനം ഇവരിത് 500ൽ കൊണ്ടുപോയി സംഭവത്തിനെ. ഓക്കെ, പക്ഷേ അവർ നോർമലി ഇവിടുന്ന് 100 രൂപയുടെ സാധനം അവർ 500 രൂപ വരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയാണ് കിട്ടുന്നത്? 400 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ ചീപ്പ് പ്രൈസിൽ വാങ്ങുന്നു, ഹൈ പ്രൈസിൽ വിൽക്കുന്നു, ചീപ്പ് പ്രൈസിൽ വാങ്ങുന്നു, ഹൈ പ്രൈസിൽ വിൽക്കുന്നു. ഈ ഒരു പ്രോസസ്സിലൂടെ അവർക്ക് 400 ആയിരിക്കത്തില്ല, അവർക്ക് 800 രൂപയുടെ പ്രോഫിറ്റ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പം നമ്മളുടെ
ട്രേഡിംഗ് സ്റ്റൈലിലും സെയിം ആ ഒരു സംഭവത്തിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമുമായിട്ടുള്ള കളിയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഒരു ദിവസത്തെ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഹയർ ടൈം ഫ്രെയിമിനെ ആദ്യം പോയി നോക്കുക, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനിലേക്ക് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടി. കാരണം നമ്മളിപ്പം 1 മിനിറ്റ് അനുസരിച്ച് 2 മിനിറ്റ് അനുസരിച്ച് നമ്മൾ ബുള്ളിഷ് ആണ് ബിയറിഷ് ആണെന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, ബിഗ് മണീസിന്റെ കൂടെ നിൽക്കുക, ബിഗ് മണീസിന്റെ എൻട്രീസ് എവിടെയൊക്കെ വരും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അവിടെ നിന്ന് നമുക്ക് അവരുടെ കൂടെ കയറുക. ഓക്കെ, നമ്മൾ കയറി നിന്നാൽ മാത്രം മതി, അവൻ നമ്മളെ കൊണ്ടുപോയിക്കോളും. അപ്പം നമ്മൾ അതിനകത്തുനിന്ന് കിട്ടുന്നത് എടുത്തുകൊണ്ട് സമയത്തിന് ഇറങ്ങുക. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, നമ്മളുടെ ടൂൾ ആക്ച്വലി ബിഗ് മണീസിന്റെ കൂടെ നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, അതുപോലെ നമ്മൾ എടുക്കുന്ന എൻട്രീസ് MTL-നകത്താണ്. ഓക്കെ, MTL-നകത്തായിരിക്കണം നമ്മുടെ എൻട്രി വരേണ്ടത്. നിങ്ങളിപ്പം മറ്റേ നമ്മളുടെ ഓട്ടോ പൈലറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എൻട്രിയൊക്കെ അത് MTL-ഉമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അത് മേജർ MTL-ലാണ് ഈ ബാലൻസ്ഡ് എൻട്രി. ഫാസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ MTL-ആണ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ലൈനുമായിട്ടാണ് കണക്റ്റഡ്. ഓക്കെ, അതൊക്കെ ടൂൾ ഇട്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ എൻട്രി എങ്ങനെയാണ്? MTL സോണിനകത്താണ് വരുന്നത്. സോ MTL മുകളിലേക്ക് പ്രൈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ട്രേഡിൽ നിന്ന് ഇറങ്ങി മാറാം. അപ്പോൾ ഈ MTL-നകത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് SL വളരെ ചെറുതായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ MTL-ൽ നിന്ന് വൺസ് വിട്ടു പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പ്രോപ്പറായിട്ട് അടുത്ത ടാർഗറ്റ് നിങ്ങൾക്ക് തരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർ ലൈനെ മനസ്സിൽ വെക്കുക. സ്റ്റാർ ലൈൻ അകത്തേക്ക് പ്രൈസ് നിന്ന് കഴിഞ്ഞാൽ, ഓക്കെ, ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ SL ട്രയലിംഗ് ആയിട്ട് തന്നെ യൂസ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വീണ്ടും തിരിച്ച് സ്റ്റാർ ലൈനെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകും. വീണ്ടും ആ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ കുറച്ച് പേര് പറഞ്ഞാണ് നമ്മുടെ ടൂൾ എന്ന് പറയുന്നത്, അതായത് അവർ പൊതുവേ പറഞ്ഞാണ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ് കാണിച്ചു തരുന്നത്, അതുകൊണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ലാഗിങ് ആണെന്നുള്ള കാര്യം. അങ്ങനെയല്ല, അത് നിങ്ങൾ ഇൻഡിക്കേറ്ററിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതനുസരിച്ചിരിക്കും. ഓക്കെ, ഈ ഇൻഡിക്കേറ്റർ ലാഗിങ് ആണെന്ന് എങ്ങനെയാണ് പറയുന്നത്? അത് കഴിഞ്ഞ് ഇന്ന് ഓപ്പൺ ആയ സമയം, ഇന്ന് ഓപ്പൺ ആയത് ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പം അത് നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാം. പ്രൈസ് ഇവിടെ ഓപ്പൺ ആയി. ഓക്കെ, ഇതുണ്ട്, പ്രൈസ് ഓപ്പൺ ആയി. ആ MTL അവിടെ തന്നെ നിങ്ങൾക്ക് ഉണ്ട് രാവിലെ മുതൽ. നോക്കിയേ, ഇതുണ്ടോ, പ്രൈസ് ഇവിടെ ഓപ്പൺ ആയി രാവിലെ, ആ MTL അവിടെ തന്നെ ഉണ്ട്. സോ ഇത് ലാഗിങ് അല്ല, ഇവിടെയാണ് നമുക്ക് ആക്ഷൻ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. മനസ്സിലായോ? പ്രൈസ് കഴിഞ്ഞു പോയ കാര്യമാണ് കാണിക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾ അതിനെ എങ്ങനെ ബുദ്ധിപരമായിട്ട് അപ്രോച്ച് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇവിടെ ഞാൻ ഇതിനെ റൺ ചെയ്യിക്കാം. പ്രോപ്പറായിട്ട് പ്രൈസ് മുകളിലേക്ക് കയറി ചെന്ന് MTL-ൽ നിന്ന് തിരിച്ചു പോകുന്നു. കണ്ടോ? ഇതിനകത്ത് നിങ്ങൾ ലാഗിങ് ആണെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല, മണ്ടത്തരമാണ് ആ പറയുന്നത്. ഓക്കെ, അത് ആക്ച്വലി ട്രേഡ് ചെയ്തിട്ട് കുളമായിട്ടിരിക്കുന്നവരും അല്ലെങ്കിൽ ഇത് പഠിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലാത്ത ആൾക്കാരൊക്കെയാണ് നോർമലി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ട്രെൻഡിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കാരണം ഈ വീഡിയോ കാണുന്നവർ ഇനി വേറെ വീഡിയോ പോയി കാണേണ്ട കാര്യമില്ല ട്രെൻഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അതിനെ നമുക്ക് ഈ ക്യാൻഡിലിനകത്തും ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പം ഒരു 30 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു 1 അവറിൻ്റെ ക്യാൻഡിൽസ് ആണ് ഇടുന്നതെങ്കിൽ ഇവിടെ നോക്കി 1 അവറിൻ്റെ ഞാൻ ഇതൊന്ന് ഓഫ് ആക്കിയിട്ട് 1 അവർ ആക്കാം. ഇതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് എന്താണ് മുകളിലേക്കാണ് കയറിപ്പോയത്. ഇവിടെ പ്രൈസ് എന്ത് ചെയ്ത് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. നമുക്ക് എന്താണ് എൻട്രി വരുന്നത്? നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് ഒരു സെല്ല് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ രാവിലെ ഒരു ബൈ ചെയ്തു. ഇന്ന് രാവിലെ സെല്ലാണ് ചെയ്തത്. നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെല്ലാണ് ചെയ്യേണ്ടതെന്നും. സെല്ല് ഈ ക്യാൻഡിൽ ഫോം ആകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ആ കാര്യം. ഓക്കെ, ഞാൻ ആ ടൈം വെച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഇത് കണ്ടോ, യെല്ലോ ക്യാൻഡിൽ. ഇത് എത്ര മണിക്കാണ്? 9:53 വന്നത്. അതായത് 9:53 എന്ന് പറയുമ്പം പ്രൈസ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ രാവിലെ സെല്ലാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നും യെല്ലോ ക്യാൻഡിൽ മുതൽ താഴേക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ ചാനലിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കേട്ടോ, യൂസ്ഫുള്ളാണ്. ഓക്കെ, ഇവിടുന്ന് ട്രെൻഡ് ചേഞ്ച് ആയി. ദെൻ പുതിയൊരു ട്രെൻഡാണ് പിന്നെ ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഈ സെയിം സാധനം തന്നെയാണ് നമ്മുടെ ടൂളിനകത്തും വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇതിനെ കണ്ട് വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നു, നമ്മൾ അതിലും വളരെ വൃത്തിയായിട്ട് വേറെ
ഒരു രീതിയിൽ, അതായത് വളരെ ഈസിയസ്റ്റ് വേയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ പുതിയൊരു ട്രെൻഡ് നടക്കുന്നു. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ ഈ ഒരു വലിയ മൂവ്മെൻറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ ഒരു 1 അവർ വെച്ച് നോക്കുമ്പം നമുക്ക് വളരെ സ്റ്റഡി ആയിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയിരിക്കുന്നത്. എങ്ങും ഒരു വലിയ ഡ്രോപ്പോ അല്ലെങ്കിൽ സെല്ല് ചെയ്യേണ്ട ഒരു ആവശ്യം എങ്ങും ഇല്ല. നോക്കിയേ, വന്നിട്ടില്ലല്ലോ എങ്ങും. ഇവിടുന്ന് ഇവിടം വരെയുള്ള സംഭവത്തിന് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങും സെല്ല് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം വന്നിട്ടില്ല. പക്ഷേ ഇതേ സംഭവം നമ്മൾ ഒരു 1 മിനിറ്റിലാണ് ഇട്ട് നോക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ 1 മിനിറ്റിലാണ് ഇട്ടിരിക്കുന്നത്, ഇവിടെ മുതൽ ഇതുണ്ടോ, ഇവിടെ നിന്ന് പ്രൈസ് മുകളിൽ ചെന്നു, മുകളിൽ നിന്ന് ഇത്രയും പോയിന്റ് ഡ്രോപ്പായി. അടുത്ത ദിവസം പ്രൈസ് മുകളിൽ കയറി, ഇവിടെ നിന്ന് താഴെ വരെ ഡ്രോപ്പായി. അതായത് ഒരു ബൈയും കിട്ടി, ഒരു സെല്ലും കിട്ടുന്നുണ്ട്. ഓക്കെ, ചെറിയ ടൈം ഫ്രെയിമിൽ വന്നപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെല്ല് ആദ്യം വന്നു, ദെൻ ബൈ പോയി, ഒരു സെല്ല് വരുന്നു, ദെൻ ബൈ പോയി, പിന്നെ ഇവിടെ ഒരു സെല്ല് വരുന്നു, പിന്നെ ഒരു ബൈ പോയി, പിന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സെല്ല് വന്ന് ദെൻ ബൈ പോയി. അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നിന്നപ്പോൾ നമുക്ക് ഒരേ ഏരിയയിലേക്കാണ് മാർക്കറ്റ് പോയതായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്തത് അല്ലേ. പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? സെല്ലും കാണിക്കുന്നുണ്ട്, ബൈയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ മീൻ ഏരിയ അല്ലെങ്കിൽ മീൻ വാല്യൂ വൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുന്ന സെല്ലിനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, ഇത് പുൾ ബാക്ക് ആണ്. ബൈ സൈഡിലേക്കുള്ള ട്രെൻഡ് നിൽക്കുമ്പം വരുന്ന ഡ്രോപ്പിൽ നമ്മൾ കയറുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? വീണ്ടും എവിടെയാണോ പ്രൈസ് വീണ്ടും ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ, അവിടെയാണ് വീണ്ടും പോയി നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, ഈ ഡ്രോപ്പ് ബൗൺസ് ബാക്ക്, പുൾ ബാക്കും, ഇവിടുന്ന് പോകുന്നത് ബൗൺസ് ബാക്കുമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ട്രെൻഡ് അപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ബൗൺസ് ബാക്കുകൾ, ഇത് പുൾ ബാക്ക് ആണ്, ദെൻ വരുന്ന പുൾ ബാക്ക് ചെറുതായിരിക്കും എപ്പോഴും. അത് കഴിഞ്ഞ് അതിനെയും ബ്രേക്ക് ചെയ്താണ് അടുത്ത ബൗൺസ് ബാക്ക് മൂവ്മെന്റ് വരുന്നത്. വീണ്ടും പുൾ ബാക്ക് ചെറുതായിരിക്കും, വീണ്ടും ബൗൺസ് ബാക്കുകൾ വലുതായിരിക്കും. ഇത് തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലും വരുന്നത്. പുൾ ബാക്ക് ചെറുതായിരിക്കും, ബൗൺസ് ബാക്ക് വലുതായിരിക്കും. ഇതിനെയും ബ്രേക്ക് ചെയ്ത് പൊട്ടിച്ചുകൊണ്ടാണ് താഴെ വരുന്നത്. വീണ്ടും സെയിം കണ്ടീഷൻ, പുൾ ബാക്ക് ചെറുത്, ബൗൺസ് ബാക്ക് വലുത്. നമുക്ക് ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, ആ ഡെയിലി ഉള്ള ട്രെൻഡ് എങ്ങോട്ടാണ് നിൽക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അതിന് നമ്മളുടെ കയ്യിൽ ടൂൾ ഉണ്ട്. 15 മിനിറ്റിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ഞാൻ പറഞ്ഞത്, ഇപ്പം ഒരു ഹയർ ടൈം ഫ്രെയിം 1 അവർ അനുസരിച്ച് മുകളിലേക്ക് പോയ സംഭവത്തിനകത്ത് 1 മിനിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ബൈയും വന്നു, സെല്ലും വന്നു, ബൈയും വന്നു, സെല്ലും വന്നു, ബൈയും വന്നു, സെല്ലും വന്നു. അതുപോലെ തന്നെ താഴേക്കുള്ള വലിയ മൂവ്മെന്റിൽ പ്രൈസ് ഇന്ന് ഡ്രോപ്പ് ആയില്ലേ, ഇതിനകത്ത് തന്നെ രാവിലെ ബൈയും വന്നു, പിന്നെ സെല്ല് വരുന്നു, ബൈ വരുന്നു, സെല്ല് വരുന്നു, ബൈ വരുന്നു, സെല്ല് വരുന്നു. ഇപ്പം ഇതിനകത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത് 1 മിനിറ്റ് ഇട്ടാണ്. ഓക്കെ, താഴത്തത് ഹയർ ടൈം ഫ്രെയിമും. സോ ഇതിനകത്ത് നമുക്ക് എൻട്രി എവിടെ എടുക്കണം? ഈ പുൾ ബാക്കിൽ ഒരിക്കലും എൻട്രി എടുക്കണ്ട, താഴേക്കുള്ള മൂവ്മെന്റ് എൻട്രി എടുക്കരുത്. ഓക്കെ, താഴെ നിന്ന് മുകളിലേക്ക് എപ്പോൾ തിരിയുന്നു അപ്പോൾ എൻട്രി എടുക്കണം. അതുപോലെ തന്നെ താഴേക്കുള്ള ഏരിയയിൽ നമുക്ക് വേണ്ട, എൻട്രി വേണ്ട, മുകളിലേക്കുള്ളതിൽ നോക്കിയാൽ മതി. ഇത് എടുക്കാൻ മേലെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഞാനും എടുക്കും, നോർമലി ഇവിടെ നിന്നുള്ള സെല്ലൊക്കെ എടുക്കും. അത് നമുക്ക്, നിങ്ങൾ കുറേ നാൾ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാവും, ഏതൊക്കെ എൻട്രീസ് എവിടെ നിന്നൊക്കെ ഡ്രോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് എടുത്തു പോകും. ഓക്കെ, ഇതൊരു സേഫസ്റ്റ് വേ ആണ്. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ എഡ്ജ് വരികയാണ്. ഓക്കെ, ഒരു ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ കൂടെ ട്രേഡ് അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് ഇങ്ങനത്തെ ഏരിയയിൽ എടുത്തു പോകാം. ഓക്കെ, ഇത് പ്രൂവൺ ആണ്. നമ്മളുടെ ടൂൾ വെച്ച് തന്നെ നിങ്ങളെ എത്രയോ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ താഴേക്കുള്ള മാർക്കറ്റിലാണെങ്കിൽ, അതായത് ട്രെൻഡ് നെഗറ്റീവാണ് നിൽക്കുന്നതെങ്കിൽ ബൈ ചെയ്യാതിരിക്കുക, മുകളിലേക്കുള്ള മൂവ്മെന്റ് വിട്ടേക്കുക. മേളിൽ നിങ്ങൾക്ക് MTL കിട്ടും, MTLന് അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൈസ് ഡ്രോപ്പ് ആകുമ്പം അവിടെ നിന്ന് കയറുക, വീണ്ടും ബൗൺസ് ബാക്ക് മൂവ്മെന്റ് നിൽക്കുക, വീണ്ടും ഡ്രോപ്പ് ആവും, കയറി വന്നു കഴിയുമ്പോൾ. ഇത് തന്നെയാണ് സംഭവിക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ, സോ നമ്മൾ എന്താണ് മാർക്കറ്റിനെ സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ, അതായത് റിസ്ക് റിവാർഡ്, അതുപോലെ മണി മാനേജ്മെന്റ്, ബാക്കി കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിരിക്കണം. അതായത് നമ്മളുടെ മൈൻഡ് സെറ്റ് കാര്യങ്ങളെല്ലാം, ഓവർ ട്രേഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ രാവിലെ 9:15 മുതൽ 10:30 വരെ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് എൻട്രി കിട്ടും നമ്മുടെ ടൂളിനനുസരിച്ച്. ഓക്കെ, എല്ലാ ദിവസവും എൻട്രി കിട്ടും, യാതൊരു ഡൗട്ടും ഇല്ല. അപ്പം ആ സമയത്ത് 10:30 വരെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു 11 വരെ മാക്സിമം ചെയ്തിട്ട് ബാക്കി ഒഴിവാക്കി വെക്കുക. ഇൻ കേസ് ഒരു ട്രേഡ് കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ നല്ല എൻട്രി വരികയാണെങ്കിൽ മാക്സിമം 1-2 പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ എൻട്രി കൺസിഡർ ചെയ്യാം. ഓക്കെ,
അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ എൻട്രീസ് ഉണ്ടല്ലോ, ഈ എൻട്രി നിങ്ങൾക്ക് വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് അലേർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഡിസിപ്ലിനായിട്ട് ചെയ്യുക, ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക, ഇമോഷണൽ ട്രേഡ് ചെയ്യാതിരിക്കുക, റിവഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക, ഡെയിലി ഒരു ഫിക്സഡ് ലോസ് ലിമിറ്റ് വെക്കുക. അത് അന്നത്തെ ദിവസം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യണ്ട ട്രേഡ്. ഓക്കെ, അതായത് നിങ്ങളൊരു ജോലി ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യുക. അല്ലാതെ ഇത് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമൊന്നുള്ള സെറ്റപ്പിൽ ചെയ്യാതിരിക്കുക. ജസ്റ്റ് സാധാരണ എല്ലാ ജോലിയും ചെയ്യുന്ന പോലെ തന്നെ ഒരു ജോലിയാണ്. അതിന് ടൈമിംഗ് ഫിക്സ് ചെയ്യുക, ടൂള് നന്നായിട്ട് ഉപയോഗിക്കുക. അതിനകത്ത് ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല എൻട്രി പോയിന്റ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര എൻട്രി എല്ലാം ഒരുമിച്ചെടുത്തല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞ ഉടനെ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല, കുറേ സെറ്റിങ്സ് ഉണ്ടല്ലോ എന്ന്. ഇതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള, വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചിരിക്കുന്നത്. ഹൈ ടൈം ഫ്രെയിമിന് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ നോർമലി ഇപ്പം MTLനകത്ത് ടച്ച് ചെയ്യുമ്പോൾ യെല്ലോ ക്യാൻഡിൽ വരണം, അത് ഞാൻ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറെന്താണ്, SL ഓർഡർ എവിടെയാണ് SL കിടക്കുന്നതെന്ന് അറിയണം, അത് ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്റ്റാർ ലൈൻ്റെ ഏരിയ കൂടി അറിയണം. നോർമലി അത് ഞാൻ ഈ ടൂളിൽ നോക്കുന്നുണ്ട്, സ്റ്റാർ ലൈൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെയിം ടൂൾ തന്നെയാണ് ഇതെല്ലാം. MTLൻ്റെ MTLന് തന്നെ വേറൊരു രീതിയിലൊന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നുള്ളൂ അതിനകത്ത്. അതുപോലെ തന്നെ സ്റ്റാർ ലൈൻ ഒന്ന് കൊടുത്തേക്കാം, മൾട്ടി സ്റ്റാർ ലൈൻ ഏരിയ. അതായത് ഈ സ്റ്റാർ ലൈൻ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മീൻ റിവേർഷൻ ഏരിയ, അത് എവിടേക്കാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. 1 ഹവറിൻ്റെ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാം. അതുപോലെ 30 മിനിറ്റ്, 15 മിനിറ്റ്, ഇത്രയും മതി നോർമലി. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വേറെ അഡീഷണലി കാര്യങ്ങൾ വേണം, നിങ്ങൾക്ക് 15 മിനിറ്റിൻ്റെ MTL എവിടെയാണെന്ന് അറിയണം. അതായത് 15 മിനിറ്റിൽ ഈ സ്ട്രക്ചറിൻ്റെ മെയിൻ MTL എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിത് കണ്ടോ, IHSD, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ, അത് നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റിൻ്റെ MTL സോൺ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അപ്പോൾ അതെന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിമിനെ നമ്മൾ ആഡ് ചെയ്തു. 15 മിനിറ്റിൻ്റെ സപ്പോർട്ടിലാണ് നമ്മൾ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ 3 മിനിറ്റിലോ ട്രേഡ് എടുക്കുന്നത്. സോ അവിടെ പ്രോബബിലിറ്റി കൂടുതലാണ് വിൻ ആകാനുള്ളത്. കണ്ടോ, 15 മിനിറ്റിൻ്റെ MTL ഏരിയ വന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വേണം, എന്താണ്, MTLs അലകലക MTLs വേണം, അലകലക ഏരിയ. അതായത് 10 മിനിറ്റിൻ്റെയോ 15 മിനിറ്റിൻ്റെയോ 30 മിനിറ്റിൻ്റെയോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഇതിനകത്ത് HTFs ഉണ്ട്, അതുപോലെ തന്നെ സ്മാർട്ട് മണി കൺസെപ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് MS, BS, അതുപോലെ ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എല്ലാം കൂടെ ഓൺ ആക്കിയിട്ടല്ല ചെയ്യാൻ പറയുന്നത്. ഇതിനെ നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ട്രേഡിങ്ങിലുള്ള പകുതി പ്രോബ്ലം സോൾവ് ആവും. ഓക്കെ, പിന്നെ ബാക്കി ഇതിൻ്റെ റൂൾ അനുസരിച്ച് മാത്രം ഒന്ന് ട്രേഡ് ചെയ്ത് പോയാൽ മാത്രം മതി. ഓക്കെ, ഇതന്നെ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ ബൈ.